വിപണിയിലെ വിലവർധനവിനെ പിടിച്ചു നിർത്താൻ ഇത്തവണയും ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. 48 വർഷമായി ഉത്സവകാലങ്ങളിൽ ആരംഭിച്ച ജനകീയ പദ്ധതിയായ ഓണച്ചന്തയുടെ ഉദ്ഘാടനം MLA മമ്മിക്കുട്ടി നിർവഹിച്ചു. പതിറ്റാണ്ടുകളായി ഉത്സവകാലങ്ങളിൽ പൊതുമേഖലയെ വിലക്കയറ്റത്തിൽ നിന്നും പിടിച്ചു നിർത്താൻ ചെർപ്പുളശ്ശേരിക്കാർക്ക് എന്നും ആശ്രയമായത് സർവീസ് സഹകരണ ബാങ്കിന്റെ വിവിധ ചന്തകളാണ്. ഓണം, വിഷു കാലങ്ങളിലും സ്കൂൾ ബസാർ ഉൾപ്പെടെയുള്ള ചന്തകളും ഉപഭോക്താക്കൾക്കെന്നും ആശ്വാസമാണ്. കർഷകരിൽ നിന്നും നേരിട്ട് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അവർക്ക് മാന്യമായ വില നൽകിയും ഉപഭോക്താക്കൾക്ക് പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിലുമാണ് ഓണച്ചന്തയിൽ ഉൽപ്പന്നങ്ങൾ നൽകുന്നത്. 21 ഇന പലവ്യഞ്ജന സാധനങ്ങളും പച്ചക്കറികളും ചന്തയിൽ നിന്നും ലഭ്യമാണ്. ഇന്നു മുതൽ ആരംഭിച്ച ഓണച്ചന്ത 25-ാം തീയതി വരെ നീണ്ടുനിൽക്കും. ഓണച്ചന്തയുടെ ഉദ്ഘാടനം MLA മമ്മിക്കുട്ടി നിർവഹിച്ചു. ഓരോ ഓണക്കാലത്തും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പ്രസ്ഥാനമാണ് സഹകരണ മേഖല എന്നും MLA പറഞ്ഞു. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സമൂഹത്തിനൊരു താങ്ങുതണലുമായി എല്ലാ കാലത്തും നിലയുറപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്കുകൾ. ആ നിലയിൽ ബാങ്കിൻ്റെ സാമ്പത്തിക ശേഷിക്കും വളർച്ചയ്ക്കും അനുസരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഓണച്ചന്തകളുടെ പ്രയോജനം പരമാവധി ഞങ്ങൾ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളും സമീപനങ്ങളും തീരുമാനങ്ങളുമാണ് കഴിഞ്ഞ കാലത്തെടുത്തിട്ട്. ഇതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്രാവശ്യം സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുന്ന സാധനങ്ങൾ, പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ അത് 13 ഐറ്റാണ് അല്ലേ? അല്ല, സിവിൽ സപ്ലൈസിൻ്റെ സബ്സിഡി റേറ്റ് ഉള്ളതല്ലേ 13, സബ്സിഡി ഉള്ളത് 13ആണ്. ആ 13 ഐറ്റം ഇവിടെ ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ആ 13 ഐറ്റം കൊണ്ട് മാത്രം ഓണം നടക്കില്ല. 13 ഐറ്റം കൊണ്ടായാൽ അത് നമുക്ക് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഓണം അതിനനുസരിച്ച് കഴിച്ചാൽ മതി. പക്ഷേ ഓണം സമൃദ്ധമായി നമുക്ക് ആഘോഷിക്കണമെങ്കിൽ ഇനിയും കുറച്ച് ഐറ്റം കൂടി, സബ്സിഡി ഇല്ലാത്തത് കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇപ്പോൾ 21 ആക്കിയല്ലേ. ആ ഐറ്റത്തിന് പൊതുമാർക്കറ്റിൽ നമ്മൾ കൊടുക്കേണ്ട വിലയേക്കാൾ കുറവാണ്. അത് പൊതുമാർക്കറ്റിൽ ഇടപെടുക എന്നുള്ളതാണല്ലോ ഈ ചന്ത കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ 21 സാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് നൽകാൻ വേണ്ടി പോകുന്നു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് P. ഷാജി അധ്യക്ഷത വഹിച്ചു. മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ K. നന്ദകുമാർ, K. ബാലകൃഷ്ണൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് M. രാജഗോപാലൻ, സെക്രട്ടറി PM. സൗമ്യ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, സഹകാരികൾ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒന്നും അകലെയല്ല. ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല. പുതിയൊരു തുടക്കം കരുതലോടെ. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.